ചെറിയ ഒരു കുട്ടി, ആ കുട്ടിക്ക് ഒരു സൂചി വെക്കേണ്ടതുണ്ട്. ആ സൂചി വെക്കാൻ കുട്ടി അനുവദിക്കുന്നില്ല. സൂചി വെക്കണമെന്ന് ഡോക്ടർ പറയുന്നു. ആ സൂചി വെക്കാൻ കുട്ടി അനുവദിക്കുന്നില്ല. കുട്ടി കരയുന്നു. അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് സുന്നത്ത് കർമ്മം നടത്തുന്നു, കുട്ടി അനുവദിക്കുന്നില്ല, കുട്ടി കരയുന്നു. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും, ഉമ്മ പറയുന്നു എന്നാൽ ഇപ്പൊ സൂചി വെക്കണ്ട, സൂചി വെക്കണ്ട എന്ന് പറയുമ്പോൾ ഉമ്മാക്ക് വല്ലാത്ത അരിപാട് കുട്ടിയോട് നമ്മൾ വിധിക്കും. എന്നാ ബാപ്പ പറയുന്ന അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റൂല. വിവരമുള്ള ഡോക്ടറാണ് ഇപ്പൊ സൂചി വെച്ചില്ലെങ്കിൽ കുട്ടിയുടെ ജീവനപകടമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് കുട്ടിയെ പിടിച്ചു വെക്കണം, സൂചി വെക്കണം. സുബ്ഹാനല്ലാഹ്, വിവരമില്ലാത്തവൻ മറുവശത്തു നിന്ന് അതേപോലെയുള്ള വേറൊരു കുട്ടി അത് കണ്ടാൽ ആ കുട്ടി ഒരു പക്ഷേ വിധിക്കും, ഉമ്മാക്ക് അതാ മകനോട്, എന്റെ അനുജനോട് വലിയ ഖേദമാണ്, ബാപ്പാക്കൊരു ഖേദവുമില്ല. ബാപ്പ വല്ലാത്ത കടുത്ത മനസ്സുള്ള ആളാണ് ബാപ്പ എന്ന് ചിലപ്പോൾ അതേ പ്രായത്തിൽ 5 or 6 മാസം മാത്രം പ്രായം കൂടുതലുള്ള കുട്ടി വിധിക്കും. അതേ സമയത്ത് ഉമ്മയെ സംബന്ധിച്ച് വലിയ ദയാണെന്നും വിധിക്കും. കാരണം എന്താണ്? ഈ 2 കുട്ടികൾക്കും ഇതിന്റെ യാഥാർത്ഥ്യം അറിയില്ല. ഈ സൂചി വെക്കുന്നത് എന്തിനാണ്, ആർക്കാണ് ഗുണമെന്നറിയില്ല. ബാപ്പക്ക് കാരുണ്യമില്ലാഞ്ഞിട്ടല്ല, അതിനനുസരിച്ച് നീങ്ങാമെന്ന് പറയുന്ന ഉമ്മാക്ക് കാരുണ്യം കൂടുതലുള്ളത് കൊണ്ടുമല്ല. ഉമ്മാക്കും ചിലപ്പോൾ ദൗർബല്യം സംഭവിക്കുകയാണ്, വേണ്ടതുപോലെ ചിന്തിക്കാൻ കഴിയാതെ വരികയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ കാണുന്നില്ലേ, ചിലപ്പോൾ ചെറിയ കുട്ടികളെ കയ്യിൽ നിങ്ങൾ മൊബൈൽ ഫോൺ കൊടുക്കരുതെന്ന് പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹ്, അങ്ങനെ കൊടുക്കുന്ന കാരണത്താലാണ് പലപ്പോഴും 4, 5, 6, 7 ഒക്കെ വയസ്സുള്ള, ചിലപ്പോൾ 2, 3 വയസ്സുള്ള, ചിലപ്പോൾ അതാ 5, 10 വയസ്സുള്ള കുട്ടികൾക്ക് ട്യൂമറും ക്യാൻസറും ഉണ്ടാകാൻ വലിയ കാരണമാകുന്നതെന്ന് പ്രഗത്ഭരായ ഡോക്ടർമാർ, ക്യാൻസർ സെന്ററുകളിൽ നന്നായി ചികിത്സ നടത്തുന്ന ഡോക്ടർമാർ പറഞ്ഞ വിവരം. അതേ വീട്ടിലുള്ള ബാപ്പ വന്ന് പറഞ്ഞാൽ കുഞ്ഞൻ കരയുകയാണ്, നിങ്ങൾക്ക് എന്ത് പറഞ്ഞാൽ എന്താ, കരയുന്നത് കാണുന്നില്ലേ എന്ന് ചോദിക്കുന്ന വിവരം കുറഞ്ഞ ചില ഉമ്മമാരില്ലേ. എന്തേ കാരണം? ആ ഉമ്മക്ക് തൽക്കാലമുള്ള കരച്ചിലാ പ്രശ്നം. ആ ഉമ്മ ഈ ഡോക്ടർ ചിന്തിക്കുന്നത് പോലെ, ബാപ്പ ചിന്തിക്കും പോലെ, ഈ കുട്ടി ഇപ്പോൾ കരഞ്ഞാൽ ഇവിടെ ഒന്നും വരാനില്ല, അത് കുറച്ച് കരഞ്ഞു നിർത്തും. 2 or 3 ദിവസം കൊടുക്കാതിരുന്നാ പിന്നെ കരച്ചിലുണ്ടാകൂല. മുലകുടി മാറ്റിയത് അങ്ങനെയല്ലേ, അപ്പോഴും കരഞ്ഞിരുന്നില്ലേ, മാറ്റിയത് എങ്ങനെയാ, ശീലിപ്പിച്ചതല്ലേ. അതുപോലെ ചോദിച്ചാൽ കിട്ടൂല എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ആ കുട്ടി ചോദിക്കൂല. പക്ഷെ അതുവരെ ക്ഷമിച്ചു നിൽക്കാൻ ചില ഉമ്മമാർക്ക് കഴിയൂല. അവരുടെ ദൗർബല്യമാണത്. പക്ഷേ അവരാലോചിക്കുന്നില്ല, ഞാൻ നൊന്ത് പെറ്റ കുട്ടിക്ക് ഞാൻ ഈ മൊബൈൽ കൊടുക്കുന്നതോടുകൂടി ആ കുട്ടിക്ക് ഞാൻ ക്യാൻസറാണ് സമ്പാദിച്ചു കൊടുക്കുന്നത്, ഞാൻ ട്യൂമറാണ് സമ്മാനിച്ചു കൊടുക്കുന്നത്. അത് വെറുതെയല്ല, വിവരമുള്ള ഡോക്ടർമാരാണ് പറയുന്നത്. പക്ഷേ താൽക്കാലികമായ സുഖത്തിന്റെ മുമ്പിൽ, കുട്ടിയുടെ ചിരിയും കളിയും കാണുകയെന്ന സുഖത്തിന്റെ മുന്നിൽ ഈ വലിയ വിധത്ത് മറന്നു പോകുന്നു. ഇവിടെ ബുദ്ധിയുള്ളതും ചിന്തയുള്ളതും അറിവുള്ളവരും ഡോക്ടർമാർക്കാണോ? അല്ല. പെട്ടെന്ന് ഫോൺ എടുത്തു കൊടുക്കുന്ന ഉമ്മക്കാണോ? ആ ഡോക്ടർ പറഞ്ഞതുപോലെ കൊടുക്കരുതെന്ന് പറയുന്ന ബാപ്പക്കാണോ ഉമ്മക്കാണോ? ഇവിടെ ബുദ്ധിയുണ്ടോ നിങ്ങൾക്ക്? വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന സൂറത്ത് അല്ലാഹു സത്യം ചെയ്ത് അവസാനം ചോദിച്ചത് തന്നെ അതേ ഈ സത്യങ്ങളിൽ ബുദ്ധിയുള്ളവർക്ക് തെളിവുണ്ടെന്നാണ് പറഞ്ഞത്. ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. ബുദ്ധി എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ക്യാപ്റ്റനാണ്. ശരീരത്തിലെ ഏത് പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്ന ക്യാപ്റ്റനാണ് ബുദ്ധി. ബുദ്ധിക്ക് വലിയ പവറാ. മുർമുൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ കുറച്ച് ചെറുപ്പക്കാർ വന്നു, കുറച്ച് വയസ്സന്മാരുണ്ട്. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ സംസാരം തുടങ്ങി. മുർമുൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, വയസ്സുള്ള ആളുകൾക്കുണ്ട് ഇവിടെ, അവർക്ക് പറയട്ടെ. ഈ ചെറുപ്പക്കാരൻ നല്ല കൃത്യമായി ന്യായ പറയുന്നു കേട്ടോ, അല്ലാതെ വെറും വായാടുത്തം പറയല്ല, ന്യായ പറയും. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്,
വയസ്സുള്ള ആളുകൾ പറയേണ്ടത് തന്നെയാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, വയസ്സ് കൂടുതലുള്ളതിനനുസരിച്ചാണ് വിഷയം നടക്കുന്നതെങ്കിൽ ഈ രാജ്യം ഭരിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളെക്കാളും വയസ്സുള്ള ഒരുപാട് ആളുകൂടെ ഉണ്ട് ഇപ്പോൾ. നിങ്ങളെക്കാൾ വയസ്സ് കുറെ കൂടുതലുള്ളവർ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആളുകളല്ല, നിയന്ത്രിക്കുന്നത് നിങ്ങളാ. മറ്റുള്ള വയസ്സുള്ള ആളുകൾക്ക് മാറി നിന്നിട്ട് ഈ ചെറുപ്പക്കാരൻ വിഷയം പറയാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോ ഭരണം അവർക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നത്? വയസ്സന്മാർ കുറയുണ്ട് ഇല്ല. അവിടെ പ്രായമുള്ളത് കൊണ്ട് മാത്രം കാര്യമായില്ല, പ്രായത്തിന് ബഹുമാനുണ്ട്. പ്രായമുള്ളത് കൊണ്ട് മാത്രം ആയില്ല, അതിന്റെ കൂടെ ബുദ്ധി വേണം, വിവരം വേണം. അപ്പോഴാണ് അതിന്റെ ഫലം ലഭിക്കുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ നിന്നെപ്പോലത്തെ പറയുന്നതിന് കുഴപ്പമില്ല, പറഞ്ഞോ. എല്ലാ ചെറുപ്പക്കാരും ഒരുപോലെയല്ല. നമ്മളെ ചീവരബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ അമ്മോശൻ കുഞ്ഞേറ്റി മുസ്ലിയാരാണെന്ന് തോന്നുന്നു, ജാജിരിക്കാരുടെ മകൻ ഷംസുൽ ഖുതുബി തങ്ങളെ കൂട്ടാൻ പോയി ഒരു സ്ഥലത്തേക്ക്. ഞാൻ കേട്ടൊരു ചരിത്രമാണ്. ഇപ്പൊ ചെറിയ കുട്ടിയാണ്. ഖുതുബി തങ്ങൾ ചോദിച്ചു, മോനെ എന്നെക്കാണ് ചെറിയ ആരും ഇല്ലേനോ അങ്ങനെ ഇനി അയക്കാനും. അപ്പൊ ഈ കുഞ്ഞേറ്റി മുസ്ലിയാർ ചോദിച്ചു, ജാജിരിക്കാരന്റെ മോനാണ്, അവരതിനെ വലിയ ആലിമാണ്, ആലിമിന്റെ മോനാണ്. അപ്പൊ മൂപ്പര് ചോദിച്ചു, ഓറ കൂട്ടാൻ വരണമെങ്കിൽ എത്ര വയസ്സാളി വേണ്ടിയെന്ന് ചോദിച്ചു. നീയാര മോനാന്ന് ചോദിച്ചു. ഞാൻ ജാതിരിക്കാരുടെ മോനാണ്. അത് തന്നെയല്ലേ അങ്ങനത്തെ മറുപടി. അപ്പൊ എല്ലാരും ഒരുപോലെയല്ല. ആളുകൾക്ക് അത് വിത്തുഗുണം 10 അങ്ങനെയൊക്കെ ചില പവറുണ്ട്, അത് അംഗീകരിച്ചു കൊടുത്തേ പറ്റും. ബുദ്ധി എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. അത് വയസ്സുകൊണ്ട് മാത്രം ലഭ്യമാകുന്നതല്ല. പക്ഷെ വയസ്സുള്ളവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് അവരെയൊക്കെ മറികടന്ന് എന്റെ വിവരക്കേടൊക്കെ നടപ്പാക്കണമെന്ന് യുവാക്കൾ തീരുമാനിക്കരുത്. പറയുന്നത് ബുദ്ധിപരമായിരിക്കണം, വൈജ്ഞാനികപരമായിരിക്കണം, ഫലവത്തായിരിക്കണം. അങ്ങനെ വരുമ്പോൾ ചെറുപ്പക്കാർക്കും പരിഗണന നൽകണം. അതാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ബുദ്ധിപരമായി ചിന്തിക്കുമ്പോ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന ലോകസത്താവായ അല്ലാഹ്, ഏത് ബുദ്ധിമാനും ബുദ്ധി കൊടുക്കുന്നവൻ അല്ലാഹുവല്ലേ, ആർക്കെന്ത് വിവരവും നൽകുന്നവൻ അല്ലാഹുവല്ലേ. ആ അല്ലാഹു തആല അവന്റെ ഹിക്മത്തുണ്ടോ നമുക്ക് മനസ്സിലാകുന്നു. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. ഒരാൾക്ക് വലിയ പണം കൊടുത്താൽ അവനതാ ആ പണം സദഖ ചെയ്ത് ആ പണം നല്ലതിന് ചെലവഴിച്ച് ആ പണം മുഖേന അവൻ ചിലപ്പോ സ്വർഗത്തിലേക്ക് പോകും. വേറെ ഒരാളോ അദ്ദേഹത്തിന് പണം കൊടുത്താൽ അയാൾ ദൂർത്തടിക്കും. അദ്ദേഹത്തിന് പണം കൊടുത്താൽ അയാൾ ഹറാബുകൾ ധാരാളം ചെയ്യും. അങ്ങനെ അവസാനം അവന്റെ ദീനി പൊളിഞ്ഞവൻ നരകത്തിലേക്ക് പോകും. ചോദിക്കട്ടെ, അല്ലാഹു തആല സ്വർഗത്തിൽ കടത്താനാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഈ മനുഷ്യന് പണം കൊടുക്കാതിരിക്കുന്നതല്ലേ മസ്ലഹത്ത്? അദ്ദേഹത്തിന് പണം കൊടുക്കുന്നതല്ലേ മസ്ലഹത്ത്? ഈ മസ്ലഹത്ത് നമുക്കറിയാമോ? അറിയുന്നവൻ അല്ലാഹുവല്ലേ. അതുകൊണ്ട് ഒരാളും ചിന്തിച്ചു പോകരുത്, എനിക്കെന്തെങ്കിലും പ്രയാസം വരുമ്പോ അല്ലാഹ് എന്നെ നിസ്സാരപ്പെടുത്തിയതാണെന്ന് ചിന്തിച്ചു പോകരുത്. ഒരു പക്ഷേ നിന്റെ പ്രയാസം അതിൽ ക്ഷമിച്ചുകൊണ്ട് നിനക്ക് സ്വർഗത്തിൽ കടക്കാനായിരിക്കാം. മറ്റൊരാൾക്ക് അല്ലാഹു അനുഗ്രഹം നൽകുന്നത് അതിന് ശുക്ർ ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ കടക്കാനായിരിക്കാം. നേരെ തലതിരിച്ചാണ് നിങ്ങൾ രണ്ടുപേരുമെങ്കിലോ അനുഗ്രഹം കിട്ടിയവൻ ദൂർത്തടിക്കുന്നു, ഹറാമ് ചെയ്യുന്നു, എന്തെന്നില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതുപോലെ പണമില്ലാത്തവനും അവനിങ്ങനെ പടച്ചവനെ കുറ്റം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നു. എന്തേ അവനെ പോലെ എന്നെ ആക്കാതിരുന്നത്? ഞങ്ങൾ രണ്ടും ഒരേ ബാപ്പയുടെ മക്കളല്ലേ, ഒരേ തറവാട്ടിൽ ജനിച്ചതല്ലേ, ഒരേ ദിവസം വിസ എടുത്തതല്ലേ, ഒരു കഫീലിന്റെ കീഴിൽ ഒന്നിച്ച് പണി തുടങ്ങിയതല്ലേ. എന്തേ അയാൾ ഇത്ര വലിയ പണക്കാരനായത്? ഞാൻ എന്തേ പടച്ചവൻ എന്നെ എന്തേ ഇങ്ങനെ ആക്കി കളഞ്ഞത് എന്ന് അല്ലാഹനെ സംബന്ധിച്ച് നല്ല വിചാരമില്ലാതെ റബ്ബിനെ കുറിച്ച് തെറ്റിദ്ധരിക്കുന്നവനുണ്ടല്ലോ, അവൻ പരീക്ഷയിൽ തോറ്റുപോയി. ഈ ഭൂമി ലോകമെന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷയ്ക്ക് വേണ്ടി വെച്ച ലോകമാണ്.
ആ പരീക്ഷയിൽ മനുഷ്യൻ എന്തനുഗ്രഹം കിട്ടിയാലും ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കണം.